റഷ്യ പുതിയതും അതീവ ഫലപ്രദവുമായ യുദ്ധതന്ത്രങ്ങളുമായിട്ട് ഉക്രൈനെ നേരിടാൻ ആരംഭിച്ചു. ഇതുവരെ കണ്ട റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളിൽ വലിയ തോതിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നേരിട്ട് സൈനിക ഉദ്യോഗസ്ഥർ ചെന്ന് അല്ലെങ്കിൽ സൈന്യം ചെന്ന് ആക്രമിക്കുന്നതിന് പകരം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒരു ദിവസം രാത്രിയിൽ 700ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യ നടത്തുന്നത്. ഈ ഡ്രോണുകൾക്കെല്ലാം തന്നെ വലിയ വേഗതയോ വലിയ ആക്രമണശേഷിയോ ഒന്നും എടുത്തു പറയാനില്ല. പക്ഷേ 700ഓളം ഡ്രോണുകൾ രാത്രി സമയങ്ങളിൽ ഈ പറയുന്ന ഉക്രൈൻ്റെ സൈനിക ആസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി, അതുപോലെ തന്നെ അവരുടെ തന്ത്രപ്രധാനമായ മേഖലയെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായും ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ അതിന് പരിമിതികൾ ഉണ്ടാകാം. ഇത് തന്നെയാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായിട്ട് വേഗത കുറഞ്ഞ ഉയർന്ന സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത ചെലവ് കുറഞ്ഞ് നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നു. മാത്രമല്ല ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വലിയ തോതിൽ വിള്ളൽ വീഴ്ത്താനായിട്ടും സാധിക്കുന്നു. ഇത് പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യ സ്വായത്തമാക്കിയതാണ്. ഇപ്പം ഇറാൻ്റെ ഈ ഷഹീദ് ഡ്രോണുകളുണ്ട്. അത് മികച്ച പ്രഹരശേഷിയുള്ള ഇറാൻ്റെ ഏറ്റവും മികച്ച വജ്രായുധങ്ങളിലൊന്നാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഷഹീദ് ഡ്രോണുകളുടെ ബ്ലൂ പ്രിൻ്റ്, അതിനൂതന സാങ്കേതിക വിദ്യ ഇതെല്ലാം തന്നെ റഷ്യ ആർജിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നു. ഇതിനുശേഷം ഇത് ഉപയോഗിച്ച് ഡ്രോണുകൾ നിർമ്മിക്കാനായിട്ട് കൂറ്റൻ ഫാക്ടറികൾ റഷ്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്നു. അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഈ ഡ്രോണുകൾ വാങ്ങുമ്പോൾ ഏതാണ്ട് $2 ലക്ഷം വരെ ചിലവ് വരുമായിരുന്നു. ഇപ്പോൾ ഈ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് പോലെ ധാരാളമായിട്ട് ഡ്രോണുകൾ ഓരോ ദിവസവും, അതായത് ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരു മാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ്റെ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികളുടെ സഹായമാണ്. അവരാണ് സൈനിക ഉപകരണങ്ങൾ നൽകുന്നത്, ആയുധങ്ങൾ നൽകുന്നത്, സാമ്പത്തിക സഹായം നൽകുന്നത്. അമേരിക്ക പോലും അവർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് റഷ്യ പോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തിനെതിരെ ഇവർ പോരാടി നിൽക്കുന്നത്. ഇപ്പോൾ റഷ്യ യുദ്ധതന്ത്രം മാറ്റിയപ്പോൾ ഉക്രൈൻ അതിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തുന്നു, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കാണ്. അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ നേരത്തെ തന്നെ റഷ്യയുടെ ഈ ആക്രമണത്തിൽ ഏതാണ്ട് 10% ഡ്രോണുകൾ മാത്രമാണ് ലക്ഷ്യത്തിൽ പതിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 20% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം പലയിടത്തും ഉക്രൈൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈന് വില കൂടിയ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കണം. അത് വലിയ ചെലവ് വർദ്ധിപ്പിക്കും ഉക്രൈന്. റഷ്യൻ ആക്രമണം കൊണ്ട് തന്നെ സാമ്പത്തിക നില തകർന്ന രാജ്യമാണ്. അതിൻ്റെ കൂടെ ഇത്തരത്തിൽ ചെറിയ വില കുറഞ്ഞ ഡ്രോണുകളെയൊക്കെ പ്രതിരോധിക്കാൻ വമ്പൻ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഉക്രൈൻ്റെ സാമ്പത്തിക നിലയെ ദുർബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും തിരിച്ചടിക്കാതിരിക്കാൻ ഉക്രൈന് സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഈ ഷഹീദ് ഡ്രോണുകൾക്ക് പകരമായിട്ട് മിസൈലുകളൊക്കെ ഉപയോഗിച്ച് അവയെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. സർഫസ് ടു എയർ മിസൈലുകൾ വരെയാണ് ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ട് ഉക്രൈന് ഉപയോഗിക്കേണ്ടി വരുന്നത്. $30 ലക്ഷം ഇതിന് ചെലവ് വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ചെലവ് സ്വാഭാവികമായിട്ടും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധകാലത്ത് അല്ലെ യുദ്ധ സാഹചര്യങ്ങളിൽ വലിയ അന്തരവ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും റഷ്യയുടെ ഭീമൻ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, അതായത് വിപുലമായ വിശാലമായ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, രാത്രികാല ഡ്രോൺ അറ്റാക്കുകൾ, ഇതെല്ലാം തന്നെ ഉക്രൈനെ യുദ്ധത്തിൽ ഏറെ പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മാത്രമല്ല ഈ യുദ്ധത്തിൻ്റെ വർദ്ധിച്ച തീവ്രത ഉക്രൈനെ വല്ലാതെ മനം മടുപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഈ റഷ്യ ആക്രമണം നടത്തുമ്പോൾ ഡ്രോണും മിസൈലുകളൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. മാസത്തിൽ ഒരു തവണയാണ് ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞത് 8 ദിവസങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണം നടക്കുന്നു. ഇത് ഈ പറയുന്ന ഉക്രൈൻ്റെ അതിജീവനത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ 100 കണക്കിന് മൈൽ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഉക്രൈൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകളൊക്കെ റഷ്യ ഉപയോഗിക്കുന്നു.
എന്നാൽ അടുത്ത് ഈ റഷ്യയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഉക്രൈൻ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലവ് കുറഞ്ഞതും വേഗത കുറഞ്ഞതുമായ ഈ ഡ്രോണുകൾ, അതായത് ഇറാൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ട് തന്ത്രം ഒരേപോലെ പയറ്റുന്ന റഷ്യയ്ക്ക് മുമ്പിൽ ഇപ്പോൾ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, റഷ്യ നടത്തുന്നതിന് സമാനമായിട്ട് ഉക്രൈൻ ആക്രമണം നടത്തണമെങ്കിൽ FPV ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും ഒക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇത് റഷ്യൻ പ്രദേശങ്ങളിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ സാധിക്കുന്നില്ല. കാരണം ഉക്രൈൻ്റെ ഈ നീക്കത്തേക്ക് റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്നു. തിരിച്ച് റഷ്യൻ ആക്രമണത്തെ ഉക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്നു. ചുരുക്കം പറഞ്ഞാൽ AI പവേർഡ് ഡ്രോൺസ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് റഷ്യയും കടക്കുന്നുണ്ട്, ഉക്രൈനും കടക്കുന്നുണ്ട്. എന്തായാലും റഷ്യ വൻതോതിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ നിർമ്മിക്കുകയും ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കുകയും ചെയ്തതോടുകൂടി ശരിക്കും ഉക്രൈൻ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു. കാരണം വലിയ തോതിൽ പണം ചെലവഴിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ നൽകുന്ന മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നു. അത് റഷ്യക്കെതിരെ ഉക്രൈൻ്റെ സാമ്പത്തിക നിലയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെ മറികടക്കുമെന്ന് സെലൻസ്കിക്ക് ഇപ്പോൾ നിലവിൽ അറിയില്ല. സെലൻസ്കിക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ കൂടെ നിൽക്കുന്നില്ല. നാറ്റോ രാജ്യങ്ങൾ സാമ്പത്തിക സഹായമോ ആയുധങ്ങളോ നൽകുന്നതിൽ നിന്ന് ഒരു മടുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്ളാഡിമിർ പുടിൻ തൻ്റെ തന്ത്രം കൃത്യമായി നടപ്പാക്കി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഉക്രൈൻ്റെ നഗരങ്ങളൊക്കെ തന്നെ തകർക്കാനായിട്ട് താരതമ്യേന ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, അത് അപ്രതീക്ഷിതമായിട്ട് ഉക്രൈൻ്റെ നിലയെ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് പറയാൻ കഴിയുന്നത്. ചെറിയ ദൂരം മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോൺ അതും റഷ്യ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇറാനുമായിട്ട് ചേർന്ന് ചില സഹകരണങ്ങൾ നടത്തിയതോടുകൂടി ഡ്രോണിൻ്റെ സാങ്കേതിക വിദ്യ അവർക്ക് ലഭിച്ചു, അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ ലഭിച്ചു. അങ്ങനെ ധാരാളമായിട്ട് ഡ്രോണുകൾ നിർമ്മിക്കാം. അപ്പോൾ നേരത്തെ 2 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ആ സാഹചര്യത്തിൽ ഇപ്പോൾ $70,000, $2 ലക്ഷം പകരം $70,000 ചിലവിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാം. മാത്രമല്ല, അവരുടെ സർഫസ് ടു എയർ മിസൈലുകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സൈനിക ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകും. ഇതും റഷ്യയുടെ ഒരു വലിയ തന്ത്രമാണ്. എന്തായാലും കിഴക്കൻ ഉക്രൈനിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ റഷ്യ കുറയ്ക്കുന്നില്ല. ഇതിൻ്റെ കൂടെയാണ് രാത്രി കാലങ്ങളിൽ 700ഓളം ഡ്രോണുകൾ ഓരോ ദിവസവും ഉപയോഗിച്ച് ആക്രമണത്തിന് റഷ്യ ശ്രമിക്കുന്നത്. ഇത് അവരുടെ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കമാണെന്ന് ഉക്രൈനും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. റഷ്യ അടിക്കുന്നതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി ഈ സർഫസ് ടു എയർ മിസൈല്, അതുപോലെ തന്നെ ദീർഘദൂര ഡ്രോണുകൾ, ചിലവേറിയ റോക്കറ്റുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ഉക്രൈൻ ഉപയോഗിക്കേണ്ടി വരുന്നു. എന്തായാലും ഇറാൻ നൽകിയ സമ്മാനം ഉപയോഗിച്ച് റഷ്യ ഇപ്പോൾ ഉക്രൈൻ്റെ നെഞ്ചത്ത് കയറി പടക്കം പൊട്ടിക്കുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.